ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരകയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതെന്ന് ജാമിദ ടീച്ചർ പറഞ്ഞു. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരകയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരവനിതയാണെന്നും ജാമിദ ടീച്ചർ ചൂണ്ടിക്കാട്ടി. ജനം ടിവിയോട് ഭീഷണിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ജാമിദ ടീച്ചർ. നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാരവനിതയാണിവര്. ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞും അതുപോലെ പള്ളി കമ്മിറ്റിക്കാരനാണ്, പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇവര് എൻ്റെ മാതാവിനെ, എൻ്റെ പിതാവിനെ, എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ജാമിദ ടീച്ചർ ഒട്ടേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ബംഗ്ലാദേശ് ബന്ധമുള്ള ഒരു വനിതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് തരത്തിലാണ് ജാമിദ ടീച്ചറിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നത്? നീലിമ, ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവതാരികയുണ്ട്. ഈ അവതാരികക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ജാമിദ ടീച്ചർ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ അവതാരികയും മറ്റൊരു പള്ളി സെക്രട്ടറിയും ചേർന്ന് ഈ ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയും സഹോദരിയുടെ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും അവിടെയുണ്ടായിരുന്ന ജാമിദ ടീച്ചറുടെ മാതാവിനോട് പോലും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ജാമിദ ടീച്ചർ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിലുള്ള ദേഷ്യം, വൈരാഗ്യമാണ് ഇവർ ആ ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് അവിടെ കാണിച്ചത് മുഴുവൻ. മാത്രമല്ല ഈ സമയത്ത് ഈ വീട്ടിലുള്ളവരുടെ അനുവാദം ചോദിക്കാതെ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ പകർത്തി. മാത്രമല്ല ഇവർ പരസ്പരം സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയും വീഡിയോയിൽ പകർത്തി. അതിനുശേഷം ഈ യൂട്യൂബർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജാമിദ ടീച്ചർ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ തന്നെയും തന്റെ കുടുംബത്തെ പോലും വേട്ടയാടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നാണ് ജാമിദ ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിരന്തരം ഈ ഇസ്ലാം മതം പഠിച്ചു, ഒടുവിൽ അത് പ്രചരിപ്പിച്ചു. അതിനുശേഷം അതിൽ ചില അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു ജാമിദ ടീച്ചർ ആ മതം ഉപേക്ഷിച്ചു. നിലവിൽ ഇപ്പോൾ സ്വതന്ത്ര ചിന്തകയാണ്. അങ്ങനെ അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിലൂടെ നിരന്തരം ഒരു വ്യാജ പരാതികളുടെ, വ്യാജ കേസിന്റെ ഒക്കെ പരമ്പര ഈ ജാമിദ ടീച്ചർക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്ലാമിക മതമൗലികവാദികൾ ഇറക്കിയിരിക്കുന്ന ഒരു കാർഡാണ് ഈ യൂട്യൂബ് ചാനലിലെ ഈ സ്ത്രീ എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. മാത്രമല്ല ഇവർക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ യൂട്യൂബറുടെ ഭർത്താവ് അവർ ബംഗ്ലാദേശ് പൗരനാണ്. മാത്രമല്ല ഇവർക്കൊരു മകനുണ്ട്. ആ മകന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ ലഭിച്ചു? മാത്രമല്ല ഈ സ്ത്രീക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീക്കെതിരെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ യൂട്യൂബർക്കെതിരെ കൃത്യമായി പരാതി നൽകാനാണ്
ജാമിദ ടീച്ചറുടെ അടുത്ത നീക്കം. മാത്രമല്ല ഇവരെ കുറിച്ചൊരു കൃത്യമായ ഒരു അന്വേഷണം വേണം. ആരാണ് ഇവർക്ക് പിന്നിലുള്ളത്, ആരാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്, ആരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കൂടിയാണ് ജാമിദ ടീച്ചർ പറയുന്നത്. നമുക്കറിയാം ഇസ്ലാം മതം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ ജീവിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. അത് പിന്തുടർന്നതിന്റെ പേരിൽ മാത്രമാണ് നിരന്തരം ജാമിദ ടീച്ചർ വേട്ടയാടുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ജാമിദ ടീച്ചർ പങ്കുവച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ നിയമ നടപടികളിലേക്ക് കടക്കാനും തന്നെയും തന്റെ കുടുംബത്തെ പോലും വേട്ടയാടുന്ന ഈ സമീപനത്തിലേക്ക് ഇസ്ലാമിക മതമൗലികവാദികൾ കടക്കുന്ന ഈ സാഹചര്യത്തിൽ കൃത്യമായി അതിനെതിരെ പൊരുതി നിൽക്കാൻ തന്നെയാണ് ജാമിദ ടീച്ചറുടെ മുന്നോട്ടുള്ള നീക്കം. നീലിമ.